Hi friends, this is me Grishma. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ തംബ്നെയിലിൽ കണ്ടപ്പോൾ തന്നെ iPhone 15 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ iPhone 15 ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. 15 ബ്ലൂ കളറാണ്. ഇപ്പോഴത്തെ കളർ എന്ന് പറയുമ്പോൾ എല്ലാം വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള മീൻസ് നമ്മൾ ബ്ലൂ എന്ന് പറയുമെങ്കിലും നമുക്ക് കാണുമ്പോൾ വൈറ്റ് ആയിട്ടാണ് കാണാം. നമ്മൾ അടുത്തത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഇതൊരു ബ്ലൂ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ തന്നെ പോയി നോക്കിയപ്പോൾ മൈജീന്നായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനൊന്നും അല്ല. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഞാൻ വൈറ്റ് ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെമോയിൽ കുറച്ച് ഫോൺസ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വൈറ്റ് ഫോണായിട്ട് തോന്നി. ഒരു പിങ്ക് കളറിൽ ഒരു ഐഫോൺ വാങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് കേട്ടോ. കളർ ചൂസ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പിങ്ക് ഇല്ല, നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ യെല്ലോ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ യെല്ലോ നമ്മൾ സെലക്ട് ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ 256 GB ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 256 ആയിരുന്നില്ല യെല്ലോ ഉണ്ടായിരുന്നു. യെല്ലോവും പിങ്കും 256 GB അല്ലായിരുന്നു, 128 ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് 256 നോക്കിയപ്പോൾ അതിൻ്റെ ആകെ കൂടിയിട്ട് ബ്ലാക്കും ബ്ലൂവും മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബ്ലൂ വെച്ച് നോക്കുമ്പോൾ പിന്നെയും ബെറ്റർ വൈറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലൂ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ യെല്ലോയും പിങ്കും തന്നെയാണ്, പക്ഷെ അത് ഓർഡർ ചെയ്താലും അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ടൈം എടുക്കണ്ട, എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ബ്ലൂ നമ്മൾ സെലക്ട് ചെയ്യുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഐഫോൺ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി കുറവുണ്ട്. അത് ചില ആൾക്കാരൊക്കെ കമന്റിൽ പറയുന്നുണ്ട്. പറയാൻ മാത്രമല്ല, നമുക്കറിയാം, നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ്ങിന്റെ ഒരു സാംസങ്, എനിക്ക് പേഴ്സണലി ഇഷ്ടം ഐഫോണിനെ അപേക്ഷിച്ച് സാംസങ്ങിന്റെ ഫോണാണ് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. ഞാൻ ഇതുവരെ സാംസങ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടം അത് തന്നെയാണ്, ബെറ്റർ അത് തന്നെയാണ്. പക്ഷെ ക്യാമറ ക്വാളിറ്റിക്ക് ഇതുപോലെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ SLR വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഐഫോൺ വാങ്ങാം. വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോട്ടോ ബെസ്റ്റ് നമുക്ക് സാംസങ് തന്നെയാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് സാംസങ് തന്നെയാണ് ഫോട്ടോ ബേസ് ചെയ്തിട്ട്. പക്ഷെ വീഡിയോക്ക് എന്തായാലും ഐഫോൺ തന്നെ നമുക്ക് വേണം എന്നുള്ള രീതിക്ക് ആയപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഐഫോൺ. അല്ലാണ്ട് അങ്ങനെ ഇഷ്ടമായിട്ട് എടുത്തതല്ല, കാരണം ഞാനൊരു സാംസങ് ലവറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സാംസങ് A34 ആണ്. A34 ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുപോലെ S23 ഉണ്ട്, അൾട്ര അല്ല, S23 ഉണ്ട്. പക്ഷെ എനിക്ക് എങ്കിലും രണ്ടിലും ഞാൻ വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വീഡിയോ അങ്ങനെ വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് പിന്നെ ഇതിലാണെങ്കിൽ നമുക്ക് ഐഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമാറ്റിക് മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വീഡിയോ ഒക്കെ ഞാൻ പേഴ്സണലി കുറേ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ വീഡിയോ എന്തായാലും ഫോണിൽ നമ്മൾ ഐഫോൺ തന്നെ എടുക്കുക, ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഐഫോൺ എടുത്തത്. അപ്പോൾ ഐഫോൺ 15 പ്രോയ്ക്കോ ഒന്നിനും ഞാൻ പോയില്ല. ഞാൻ 15 ആ ലെവലിൽ തന്നെ നിന്ന്. 15+ ഉണ്ടായിരുന്നു, 15 ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10,000 ഒരു ഡിഫറൻറ്റ് അത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ഫോൺ ഞാൻ പറഞ്ഞല്ലോ, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇത് ഓഫീസ് ഫോണാണ്, ഇതേപോലെ തന്നെ ഒരു മോഡലാണ് നമ്മുടെ സാംസങ് എൻ്റെ പേഴ്സണൽ ഫോൺ ആയിട്ടുള്ളത്. പിന്നെ S23 ഹസ്ബൻഡിൻ്റെ ആണ്. അത് തരാം, അത് വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് എന്താ പറയുക, വേണ്ടാന്ന് വിചാരിച്ചു. കാരണം വീഡിയോ ഞാൻ എടുത്ത് നോക്കിയിട്ട് എനിക്ക് വീഡിയോ അങ്ങനെ വലിയ ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും SLR എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് പോകുമ്പോൾ വ്ളോഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാളെന്തായാലും പിന്നെ അത് നടക്കേണ്ടി വരും. അതാണ് അവസ്ഥ. പിന്നെ നമുക്ക് SLR ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ നമുക്ക് ഭാവിയിൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ, ചാനലിൻ്റെ വളർച്ചയ്ക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഐഫോൺ എടുത്തത്. ഞാൻ പിന്നീട് ആവാന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും നമുക്ക് കമൻറ്റ് വരെ വന്നു തുടങ്ങി, ചേച്ചി ഒരു ഐഫോൺ എടുക്ക്, ക്യാമറ ക്വാളിറ്റി ഇല്ല, ഒരു ഐഫോൺ എടുക്കുക അല്ലെങ്കിൽ ഒരു SLR എടുക്കുക എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. നമുക്കറിയെങ്കിൽ പോലും അത് കമൻ്റായിട്ട് വന്നു തുടങ്ങും കൂടി ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഒരു ഐഫോൺ എടുത്തിട്ട് വീഡിയോ ചെയ്യൂ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ വീഡിയോസ് ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ മടിയും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിസി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കുറച്ച് ബിസി ലൈഫിൽ അങ്ങനെ പോയിട്ട് കുറച്ച് ടൈം കിട്ടുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാനാണ് നോക്കുന്നത്. മുന്നൊന്നും ഞാൻ അങ്ങനെ ആയിരുന്നില്ല. കിട്ടുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടാനാണ് നോക്കിയിരുന്നത്. ഇപ്പം ഞാൻ ഒന്ന് മടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വീട് ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഐഫോൺ എടുത്തു നമ്മൾ. ഇതാണ്, ബ്ലൂ ആണ് കേട്ടോ. ഒരു വൈറ്റ് തോന്നിക്കുന്ന ബ്ലൂ ഐഫോൺ 15 ആണ്. ഓക്കെ, എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നുണ്ടോന്നൊന്നും അറിയില്ല. ഇതാണ്, ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇത് പൗച്ച് ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ ഗ്ലാസ് ഒട്ടിച്ചിട്ടില്ല. ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ സൈഡിൽ വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കാണുമ്പോൾ തന്നെ ഒരു വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ വാളിന്റെ സെയിം കളറാണ്, വൈറ്റ് കളറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അത്രയും ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഒരു ലൈറ്റ് ബ്ലൂ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ.
അതിന് കുഴപ്പമില്ല, വൈറ്റ് ഒരു സ്റ്റാൻഡേർഡാണ്, നമുക്ക് കാണുമ്പോൾ ഒരു വൈറ്റ് ആയിട്ട് തോന്നും എന്നുള്ളൊരു ഇതിൽ അങ്ങനെ നമ്മൾ എടുത്തു. ബ്ലൂ ആണെങ്കിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ബ്ലാക്കും ഫോണിൽ എനിക്ക് ബ്ലാക്ക് വാങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് എങ്കിൽ പോലും നമ്മൾ ഫോണൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാറില്ല മാക്സിമം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യാണ് ഐഫോൺ. ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. ഞാനിത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 2-3 ദിവസമായിട്ടുണ്ട് കേട്ടോ. 3 ദിവസമായി ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ. ഞാൻ പർച്ചേസ് ചെയ്ത് അങ്ങനെ വെച്ച വെപ്പാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിലൊരു സിം ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഇതിന്റെ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചാലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഫോണിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ മാത്രം എനിക്കറിയില്ല. ഇതിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെ ഉള്ള സാംസങ്ങിന്റെ 2 ഫോണും ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. കാരണം നമ്മളത് പിടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാണാണ്, അല്ലെങ്കിൽ ഒരു മൂവി കാണാണ്, നമ്മൾ പിടിച്ചിട്ടാണ് കാണുന്നത്, കിടന്നിട്ടൊക്കെ കാണുന്നത്, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ കാണുക. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെങ്ങാനും അത് വീഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ആവും അപ്പോൾ വീഴാം. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുറിവ് കിട്ടിയിട്ടുണ്ട്, ചുണ്ട് പൊട്ടുക. കാരണം നല്ല വെയിറ്റ് ഉള്ള ഫോണാണ് സാംസങ്ങിന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അപേക്ഷിച്ച് ഞാൻ പിന്നെ വിചാരിച്ചു വെയിറ്റ് ഉള്ളത് വേണ്ട, ഒരു ചെറിയ ഒതുങ്ങിയ ടൈപ്പ് വാങ്ങാന്ന് വെച്ചു. ഇതിന്റെ പ്ലസ് മോഡൽ ഉണ്ട്, ഐഫോൺ 15 പ്ലസ് ഉണ്ട്. ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്, ഈ ഒരു ലെവലിൽ നിൽക്കും, നമ്മുടെ വിരലിന്റെ അത്ര ഒരു ലെവലിൽ നിൽക്കും. ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് ഒരു 6.1 ഇഞ്ചസ് ആണ് ഇതുള്ളത്. പ്ലസ് ആവുമ്പോൾ 6.7 ഇഞ്ചസ് ആണ് പ്ലസ് ഉണ്ടാവുക, കുറച്ചുകൂടെ വലുതാണ് അതുള്ളത്. പിന്നെ ഞാൻ അത് സെലക്ട് ചെയ്യാം, 10ന്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിയാലോ എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വലുതാണെന്നുള്ള പറഞ്ഞപ്പോൾ അതിന്റെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ ബാറ്ററി ബാക്കപ്പ് ചെറിയ രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്, അതുപോലെ തന്നെ സ്ക്രീൻ വലുതാണ്. ഈ 2 ഡിഫറൻറ്റ് മാത്രമേ അതും ഈ 15 തമ്മിലുള്ളൂ. ഏറ്റവും ബെറ്റർ 15 എടുക്കുകയാണ് നല്ലത്. ഞാൻ ഒത്തിരി ഫീഡ്ബാക്ക് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ 15 എടുത്തേട്ടോ. കാരണം ഞാൻ ഇത് കൂടി യൂസ് ചെയ്യുക, പേഴ്സണൽ യൂസോ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ചാനലിന്റെ ആവശ്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടം സാംസങ് ആയതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 15 ചൂസ് ചെയ്തത്. പിന്നെ ഇത്രയും ഒരു എമൗണ്ട് 80 സംതിങ് ആണ്, 80 സംതിങ് രൂപ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫോണിന്. അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഈ ഒരു എമൗണ്ടിന്. നമ്മൾ സെയിലൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ നടക്കുന്ന ടൈമിൽ നല്ല ഓഫറിൽ 50 സംതിങ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇത് എടുക്കാം. ഭയങ്കര നോയ്സ് ഉണ്ടാവും കേട്ടോ, കാരണം വീട്ടിലവിടെ കിച്ചണിലൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ അത് നോക്കുക, അപ്പോൾ ക്ഷമിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചതൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ, സാംസങ്ങിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, ഞാൻ പിന്നീടാണ് ഇടുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഐഫോണിലായിരിക്കും. ക്ലാരിറ്റി എന്താണ് അവസ്ഥ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പർച്ചേസ് ചെയ്ത് ഞാൻ അവിടെ വെച്ചു. ആ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഓക്കെ ആയി തോന്നി. നമ്മളിത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് നോക്കണമല്ലോ, ഇത്രയും എമൗണ്ട് കൂടുതൽ നമ്മൾ എടുക്കാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് C ആണ്, USB-C ടൈപ്പ് ആണ് കേട്ടോ. ഐഫോൺ എന്ന് പറയുമ്പോൾ ഐഫോണിന്റെ ചാർജർ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് ഐഫോൺ യൂസ് ചെയ്യുന്നപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചാർജർ അങ്ങനെ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവാറുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഐഫോൺ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. C ടൈപ്പ് ആണ്, C to C ആണ് ചാർജർ വരുന്നത്. അതൊന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അല്ലേ, കാണിച്ചു തരാം. ഇതിന്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സിം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ സ്റ്റിക്കറാണ്, ഐഫോണിന്റെ സ്റ്റിക്കറാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എവിടെ ഒട്ടിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ കണ്ടിരുന്നു, ഈ സ്റ്റിക്കർ നമ്മുടെ പൗച്ചിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു കേട്ടോ. നമുക്ക് പല ടൈപ്പിൽ നമുക്കത് ഒട്ടിച്ച് വെക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ പൗച്ച് മേടിച്ചിട്ടില്ല, സ്ക്രീൻ കാർഡ് ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. ഞാൻ സ്ക്രീൻ കാർഡ് ഇടാഞ്ഞത് മൈജിന്നായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. നല്ല എമൗണ്ട് വരും സ്ക്രീൻ കാർഡിന്, പൗച്ചിനാണെങ്കിൽ നല്ല എമൗണ്ട് വരും. അപ്പോൾ സ്ക്രീൻ കാർഡ് ഞാൻ മാക്സിമം കുറവിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ സ്ക്രീൻ കാർഡ് മാക്സിമം കുറവിൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. സ്ക്രീൻ കാർഡ് പെട്ടെന്ന് ഇടണം. പെട്ടെന്ന് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ 13,000 രൂപയാണ് ഡിസ്പ്ലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ഫോൺ എടുക്കാനുള്ള റേറ്റ് ആണ് ഡിസ്പ്ലേക്ക് ആയിട്ട് നമ്മൾ കളയേണ്ടി വരിക. അപ്പോൾ അങ്ങനെയാണ്. ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൗച്ച് ഞാൻ ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്തോളാം. കാരണം നമുക്ക് നേരിട്ട് വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് എന്തായാലും വരും. ഞാൻ മാക്സിമം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് വരുന്നത് USB കേബിൾ ആണ്. C to C ആണ് കേട്ടോ ടൈപ്പ് വരുന്നത്. C to C ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഫോണിന്റെ കൂടെ കിട്ടുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊന്നും ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു പൗച്ചെങ്കിലും തായോ എന്നൊക്കെ പറഞ്ഞിരുന്നു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇതിന്റെ കൂടെ ഉള്ളത് അഡാപ്റ്റർ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അഡാപ്റ്റർ നമുക്ക് ഒരു ഓഫറായിട്ട് അവർ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അഡാപ്റ്റർ അങ്ങനെ USB-C20 വാൾ പവർ അഡാപ്റ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അഡാപ്റ്ററും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐഫോണിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തായാലും ഇത്. എല്ലാം നല്ലതിനാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മടിക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി പേര് നമ്മുടെ പേഴ്സണലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ക്ലാരിറ്റിയെ കുറിച്ച്. അതുപോലെ തന്നെ കമൻറ്റും നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിരിക്കാം. ടാറ്റാ.